ഒറ്റവൈക്കോൽ വിപ്ലവം ആരുടെ കൃതിയാണ്? മസനോബു ഫുക്കുവോക്ക, ചാൾസ് ഡാർവിൻ, ഏണസ്റ്റ് ഹേക്കൽ, ഗ്രിഗർ മെൻഡൽ. ആൻസർ ഓപ്ഷൻ എ മസനോബു ഫുക്കുവോക്ക. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല? പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ. ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം? നിശബ്ദ വസന്തം, റെഡ് ഡാറ്റ ബുക്ക്, ഹോർത്തൂസ് മലബാറിക്കസ്, ഒരു കുരുവിയുടെ പതനം. ആൻസർ ഓപ്ഷൻ എ നിശബ്ദ വസന്തം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ച പുഷ്പം? മുല്ലപ്പൂവ്, ചെമ്പരത്തി, ആമ്പൽ, റോസ്. ആൻസർ ഓപ്ഷൻ ഡി റോസ്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ എ സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം? ചന്ദനം, തേക്ക്, തെങ്ങ്, മാവ്. ആൻസർ ഓപ്ഷൻ എ ചന്ദനം. ഭൂമിയുടെ ഹരിതകോശം എന്നറിയപ്പെടുന്നത്? വനങ്ങൾ, പുഴകൾ, കുന്നുകൾ, ചെടികൾ. ആൻസർ ഓപ്ഷൻ എ വനങ്ങൾ. കാഷ്യ ഫിസ്റ്റുല ഏത് ചെടിയുടെ ശാസ്ത്രീയ നാമമാണ്? തുളസി, കണിക്കൊന്ന, വാഴ, മഞ്ഞൾ. ആൻസർ ഓപ്ഷൻ ബി കണിക്കൊന്ന. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനം? അപ്പിക്കോ പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം, സൈലന്റ് വാലി പ്രസ്ഥാനം, ബിഷ്ണോയ് പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ബിഷ്ണോയ് പ്രസ്ഥാനം. ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 23, മാർച്ച് 22, ജൂൺ 23, ജൂൺ 22. ആൻസർ ഓപ്ഷൻ എ മാർച്ച് 23. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? നെയ്യാർ, പെരിയാർ, ആറളം, സൈലന്റ് വാലി. ആൻസർ ഓപ്ഷൻ എ നെയ്യാർ. 1972 മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? കടുവ, ആന, സിംഹം, കുതിര. ആൻസർ ഓപ്ഷൻ സി സിംഹം. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മാർച്ച് 22, ഏപ്രിൽ 22, മെയ് 22, ജൂൺ 22. ആൻസർ ഓപ്ഷൻ സി മെയ് 22. ഓസോൺ പാളിയുടെ ദ്വാരം ആദ്യമായി കണ്ടെത്തിയത്? അന്റാർട്ടിക്ക, ഇന്ത്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ. ആൻസർ ഓപ്ഷൻ എ അന്റാർട്ടിക്ക. റാംസർ കൺവെൻഷന്റെ പ്രധാന ലക്ഷ്യം? വനസംരക്ഷണം, മൃഗസംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, തണ്ണീർത്തട സംരക്ഷണം. ആൻസർ ഓപ്ഷൻ ഡി തണ്ണീർത്തട സംരക്ഷണം. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം, കർണാടക, രാജസ്ഥാൻ, തമിഴ്നാട്. ആൻസർ ഓപ്ഷൻ ഡി തമിഴ്നാട്. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5, നവംബർ 5, ഒക്ടോബർ 5, ജൂലൈ 5. ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 5. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത്? കല്ലേൻ പൊക്കുടൻ, സുന്ദർലാൽ ബഹുഗുണ, മാധവ് ഗാഡ്ഗിൽ, പ്രൊഫസർ ആർ മിശ്ര. ആൻസർ ഓപ്ഷൻ എ കല്ലേൻ പൊക്കുടൻ. സ്ട്രോബിലാന്തസ് കുന്തിയാന ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന, ചെമ്പരത്തി, ജമന്തി, നീലക്കുറിഞ്ഞി. ആൻസർ ഓപ്ഷൻ ഡി നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004, 2005, 2006, 2007. ആൻസർ ഓപ്ഷൻ സി 2006. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ചരൺ സിംഗ്.
ആൻസർ ഓപ്ഷൻ എ രാജീവ് ഗാന്ധി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം 2012, 2010, 2011, 2013. ആൻസർ ഓപ്ഷൻ എ 2012. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോല, പെരിയാർ. ആൻസർ ഓപ്ഷൻ എ ഇരവികുളം. കാറ്റിൽ നിന്നും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്, കേരളം, പഞ്ചാബ്, ഹരിയാന. ആൻസർ ഓപ്ഷൻ എ തമിഴ്നാട്. ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം കുങ്കുമപ്പൂവ്, ജാതിക്ക, മഞ്ഞൾ, കുരുമുളക്. ആൻസർ ഓപ്ഷൻ എ കുങ്കുമപ്പൂവ്. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹം, ആന, കടുവ, സിംഹവാലൻ കുരങ്ങ്. ആൻസർ ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങ്. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8, ജൂൺ 9, ജൂൺ 10, ജൂൺ 11. ആൻസർ ഓപ്ഷൻ എ ജൂൺ 8. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ്, കേരളം. ആൻസർ ഓപ്ഷൻ ഡി കേരളം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ, അസർബൈജാൻ, ഐവറി കോസ്റ്റ്, സൗദി അറേബ്യ. ആൻസർ ഓപ്ഷൻ ബി അസർബൈജാൻ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആൻസർ ആമസോൺ മഴക്കാടുകൾ. ഒരുപാട് പേർ ശരിയുത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം. നൈകശ്രീ ജി ആർ, ഹൃദ്യ കെ, ആരാധ്യ, വേദിക, നൈതിക നൈമിക, അനഘ എം ആർ, സിക മേഘ, മാളവിക എ എസ്, സത്യജിത്ത് എ, ഗൗരി ഗായത്രി എം എസ്. ശരിയുത്തരം കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഏതാണെന്ന് നോക്കാം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ ആരും മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.